Hi dear friends, good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്റ്റർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഡെറിവേറ്റീവ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു വെക്റ്റർ ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല, അതേപോലെ ഏതൊരു വെക്റ്റർ ഫംഗ്ഷൻ തന്നാലും അതിന്റെ കോമ്പണൻസ് ഓരോന്നും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ വെക്റ്റർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, അതിന്റെ കോമ്പണൻസിന്റെ ഡെറിവേറ്റീവ് ഓരോന്നും കണ്ടാൽ മതി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഒരു റിസൾട്ട് അവസാനം പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ. ഒരു വെക്റ്റർ ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ജിയോമെട്രിക്കൽ മീനിങ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സ്മൂത്ത് കർവ്. സ്മൂത്ത് കർവ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഒരു XYZ എന്നുള്ളൊരു പ്ലെയിന് കൺസിഡർ ചെയ്തു. പ്ലെയിൻ അല്ല, സ്പേസ്. XYZ എന്നുള്ളൊരു സ്പേസ് കൺസിഡർ ചെയ്തു. ആ സ്പേസിൽ ഞാനൊരു വെക്റ്റർ ഫംഗ്ഷൻ ആയിട്ട് ടി എന്നുള്ള പോയിന്റിൽ R of t എന്നുള്ളൊരു വെക്റ്റർ ഫംഗ്ഷൻ എടുത്തു. ദിസ് ഈസ് ദ പൊസിഷൻ വെക്റ്റർ R of t അറ്റ് ടൈം t. P എന്നുള്ളൊരു പോയിന്റിലാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇനി ടി മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? R of t യുടെ പൊസിഷൻ വെക്ടർ P എന്നുള്ള പോയിന്റ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ടി മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന കർവാണ് സി എന്ന് കരുതുക. സി ഇസ് ദ കർവ് ട്രേസ്ഡ് ബൈ R of t ആസ് വാരിയിങ് t. ടി വാരി ചെയ്യുന്നതിനനുസരിച്ച് R of t ട്രേസ് ചെയ്യുന്ന കർവാണ് സി. ദിസ് കർവ് സി is said to be a smooth curve if the vector function R of t is a സ്മൂത്ത് ഫംഗ്ഷൻ. അപ്പൊ ഒരു സി എന്നുള്ള കർവ് സ്മൂത്ത് കർവ് ആവണമെങ്കിൽ എന്താവണം? ആ കർവ് ട്രേസ് ചെയ്യുന്ന ഫംഗ്ഷൻ, വെക്ടർ ഫംഗ്ഷൻ എന്തായിരിക്കണം? സ്മൂത്ത് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പൊ സ്മൂത്ത് ഫംഗ്ഷൻ എന്താന്ന് ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? സ്മൂത്ത് കർവ് എന്താന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത എയിം എന്താണ്? ഒരു സ്മൂത്ത് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താന്ന് നോക്കലാണ്. ഒരു സ്മൂത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ R of t എന്നുള്ളത് ഒരു വെക്ടർ ഫംഗ്ഷൻ ആണെന്ന് എടുക്കുക. ലെറ്റ് R of t be a വെക്ടർ ഫംഗ്ഷൻ. Then R of t is said to be smooth. സ്മൂത്ത് എന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ, R of t is a continuous map. R of t is a continuous map. അതായത് R of t എന്നുള്ള വെക്ടർ ഫംഗ്ഷൻ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. R of t കണ്ടിന്യൂസ് ആവാൻ ഒരു വെക്ടർ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്ഷനിൽ പറഞ്ഞു. R of t കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് t ടെൻഡിങ് ടു a R of t is equal to R of എ ആയിരിക്കണം. അതിനുള്ള കണ്ടീഷൻസ് നമ്മൾ കോമ്പണൻസ് ഓരോന്നും കണ്ടിന്യൂസ് ആയാൽ മതി എന്നുള്ള രൂപത്തിൽ പറഞ്ഞിരുന്നു. രണ്ടാമത്തത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ്. ഇതിന്റെ മീനിങ് R of t നെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ കിട്ടുന്ന R' of t യും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, R' of t നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി t ബിലോങ്സ് ടു ഓപ്പൺ എ ബി. അതായത് നമ്മൾ ടി ബിലോങ്സ് ടു ക്ലോസ്ഡ് എ ബിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്ന് കരുതുക. R of t ഫ്രം I വിച്ച് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് എ ബി ടു R n ആയിട്ടാണ് നമ്മൾ ഒരു വെക്ടർ ഫംഗ്ഷനെ ട്രീറ്റ് ചെയ്തത്. അപ്പൊ അത്തരത്തിലൊരു R of t നമ്മൾ ഡിഫൈൻ ചെയ്തു. ടി ബിലോങ്സ് ടു ഓപ്പൺ എ ബിയിൽ എന്തായിരിക്കണം? R of t നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. 3 കണ്ടീഷൻസ് ആണ്. R of t കണ്ടിന്യൂസ് മാപ്പ് ആയിരിക്കണം. R of t യുടെ ഫസ്റ്റ് ഡെറിവേറ്റീവും കണ്ടിന്യൂസ് മാപ്പ് ആയിരിക്കണം. R' of t നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. കണ്ടിന്യൂറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. കണ്ടിന്യൂസ് ആവാൻ എന്ത് ചെയ്താൽ മതി? ഓരോ കോമ്പണൻസും കണ്ടിന്യൂസ് ആയാൽ മതി. ഓരോ കോമ്പണൻസും കണ്ടിന്യൂസ് ആയാൽ മതി എന്നുള്ളത് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു വെക്ടർ ഫംഗ്ഷൻ സ്മൂത്ത് ആവാനുള്ള ഡെഫിനിഷൻ. അപ്പൊ സി എന്നുള്ള കർവ് സ്മൂത്ത് ആവണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R of t എന്നുള്ള വെക്ടർ ഫംഗ്ഷൻ സ്മൂത്ത് ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കർവിന് എന്തെന്ന് വിളിക്കും? സ്മൂത്ത് കർവ് എന്ന് വിളിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ R of t ആയിട്ട് t ക്യൂബ് I മൈനസ് t പവർ 5j എടുത്തു. ഇത് വെക്ടർ ഫോമിലാണ് എഴുതിക്കുന്നത്. R of t നെ കോമ്പോണന്റ് ഫോമിൽ എഴുതുമ്പോൾ t ക്യൂബ് മൈനസ് ഓഫ് t പവർ 5 എന്ന് എഴുതാം. R of t. നമ്മുടെ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? 3 കണ്ടീഷൻസ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 1, R of t കണ്ടിന്യൂസ് ആയിരിക്കണം. 2, R of t യുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ദാറ്റ് മീൻസ് R' of t കണ്ടിന്യൂസ് ആയിരിക്കണം. 3, R of t not equal to 0 ആയിരിക്കണം ഫോർ എവരി t belongs to open AB.
ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. ആർ ഓഫ് ടി കണ്ടിന്യൂസ് ആവാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഓരോ കോമ്പണൻസും കണ്ടിന്യൂസ് ആയാൽ മതി. ടി ക്യൂബ് എന്നുള്ളതും മൈനസ് ടി പവർ 5 എന്നുള്ളതും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇത് ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ഇയാളും ടിയിലുള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. therefore ആർ ഓഫ് ടി ഈസ് കണ്ടിന്യൂസ്. രണ്ടാമത്തെ കണ്ടീഷൻ, ആർ ഡാഷ് ഓഫ് ടി എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ആർ ഡാഷ് ഓഫ് ടി കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം ഒരു വെക്ടർ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കാണാൻ അതിന്റെ കോമ്പോണൻസ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ കോമ്പോണൻസിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3t² വരും. മൈനസ് ഓഫ് ടി പവർ 5 ഇൻറ്റു മൈനസ് 5 ടി പവർ 4 വരും. ഇനി ഇയാളെ നോക്ക്, ഇത് t² ആണ്, മൈനസ് ഓഫ് 5 ഇൻറ്റു ടി പവർ 4. രണ്ടാൾക്കാരും പോളിനോമിയൽ ഫംഗ്ഷൻസിനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അയാളും കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഓൾസോ ഓക്കെ. വാട്ട് അബൌട്ട് തേർഡ് കണ്ടീഷൻ? ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇയാളാണ്. ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0,0 കോമ്പോണൻസ് ആയിട്ട് എഴുതണം. വിച്ച് ഇംപ്ലൈസ് എന്ത് വരും? 3t² 0 ആവണം. മൈനസ് ഓഫ് 5 ഇൻറ്റു ടി പവർ 4 0 ആവണം. 3t² ഈക്വൽ ടു 0 മൈനസ് ഓഫ് 5 ടി പവർ 4 is equal to 0, which will implies t equal to 0. Therefore t equal to 0 ആകുന്ന സമയത്ത് r dash of t എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? t r dash of t എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ക്ലോസ്ഡ് എ ബിയിലായിരിക്കും. അതിൽ ഓപ്പൺ എ ബിയിൽ എന്തായിരിക്കണം? ഫംഗ്ഷൻ ഡെറിവേറ്റീവ് നോൺ സീറോ ആയിരിക്കണം. 0 എന്നുള്ളത് ഓപ്പൺ എ ബിയിലുള്ള ഒരു പോയിന്റ് ആണെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ 0ന് ഞാൻ -1 1 എന്നുള്ളതായിട്ടാണ് നമ്മുടെ ഐ എടുത്തെന്ന് കരുതുക. ക്ലോസ്ഡ് -1 1 ആണ് ഐ എന്നുണ്ടെങ്കിൽ 0 ബിലോങ്സ് ടു ഓപ്പൺ എ ബി. ഓക്കെയാണ്. 0 ബിലോങ്സ് ടു -1 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇന്റർവെല്ലില് ഫംഗ്ഷൻ എന്തല്ല? സ്മൂത്ത് ഫംഗ്ഷൻ അല്ല. ഈ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 0 ഡസ് നോട്ട് ബിലോങ്സ് ടു ഓപ്പൺ എ ബി ആയിട്ടുള്ള ഒരു ഇന്റർവെൽ എടുത്തു. ഐ ആയിട്ട് 2,3 എടുത്തു. 2 3 എന്നുള്ള പോയിന്റിൽ ടി വാരി ചെയ്യുമ്പോൾ ആർ ഡാഷ് ഓഫ് ടി ഒരിക്കലും എന്താവൂല? 0 ആവൂല. ആർ ഡാഷ് ഓഫ് ടി 0 ആവണമെങ്കിൽ ടി 0 ആവണം. ടി എന്നുള്ള 0 എന്നുള്ള പോയിന്റ് ഇതിലില്ല. അതുകൊണ്ട് ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി ടി ബിലോങ്സ് ടു ഓപ്പൺ 2,3. Therefore if we define r of t is equal to t cube I minus t power 5 j from t belongs to closed 1,2 എന്ന് കരുതാം. അതായത് ഐ ആയിട്ട് ക്ലോസ്ഡ് 1 2 എടുത്തു. Then r of t is continuous, derivative is continuous. Also r dash of t not equal to 0 for every t belongs to open 1 2. Hence the function r of t is a smooth function and the curve traced by r of t is a smooth curve. ഇനി 1 2ന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ -1 1 ആണ് ഐ ആയിട്ട് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ -1 1ന്റെ ഉള്ളിൽ ഒരു പോയിന്റ് ഉണ്ട്, t 0 ഉണ്ട്. 0 belongs to open -1 1. 0 belongs to open -1 1 such that r dash of t equal to 0. Therefore the function is not a smooth function. Hence the curve corresponding to the vector function r of t is not a സ്മൂത്ത് കർവ്. അപ്പൊ ഇതാണ് സ്മൂത്ത് കർവിന്റെയും സ്മൂത്ത് ഫംഗ്ഷന്റെയും ഡെഫിനിഷൻ പറയുന്നത്. ഇനി നമുക്ക് ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഡെറിവേറ്റീവിന്റെ ജിയോമെട്രിക്കൽ മീനിങ് എന്താണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വെക്ടർ ഫംഗ്ഷൻ ആർ ഓഫ് ടി തന്നാൽ അതിന്റെ ജിയോമെട്രിക്കൽ മീനിങ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. വെക്ടർ ഫംഗ്ഷന്റെ കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്ത് പറയും? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ പറയും. കാരണം റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കോമ്പണൻസ്, വെക്ടർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ കോമ്പണൻസും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന് പറഞ്ഞിട്ട് അതേ സാധനം തന്നെ നമ്മൾ എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്യുന്നത്? പ്ലെയിനിലേക്കും സ്പേസിലേക്കും, അതായത് R2ലേക്കും R3ലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് സാധാ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു രൂപത്തിൽ എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നു. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ഐ സബ്സെറ്റ് ഓഫ് ആർ ടു ആർ.
ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ്. എക്സിന്റെ ഇമേജ് ആയിട്ട് ആര് വരുന്നു? വൈ. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇതിനെ നേരെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ആർ ഡാഷ് ഓഫ് ടിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഞാൻ ഈ ആക്സിസ് ആയിട്ട് എക്സും ഈ ആക്സിസ് ആയിട്ട് വൈ എടുത്തു. ഇനി ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യാണ് എക്സ്. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ. എക്സ് എന്നുള്ളത് എ എന്നുള്ള ഒരു പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്തു. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഒരു ആക്സിസിൽ എന്തുണ്ടോ? വൈ ആക്സിസിൽ എന്താ വരുന്നത്? എഫ് ഓഫ് എക്സുകളാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിട്ടുന്ന പോയിന്റ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് കരുതുക. അപ്പൊ ഇയാളാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആരായിട്ട് മാറും? എക്സ് എ ആണ്. അപ്പൊ എഫ് ഓഫ് എ ആയിട്ട് മാറും. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ്. നമുക്ക് എന്താണ് നോക്കേണ്ടത്? ആർ ഡാഷ് ഓഫ് ടി, അതായത് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. നമ്മൾ എഫ് ഡാഷ് ഓഫ് എ ആണ് കാണുന്നത്. അപ്പൊ എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് വരും. എഫ് ഓഫ് എ എന്നുള്ളതാണ് ഈ പോയിന്റ്. ഇനി എഫ് ഓഫ് എ പ്ലസ് എച്ച് കാണണം. എ പ്ലസ് എച്ച് കാണാൻ വേണ്ടിയിട്ട് എന്ന് ഒരു ഡിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ എ പ്ലസ് എച്ച് എന്ന് കരുതുക. എ പ്ലസ് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റെ പ്ലോട്ടിങ് ഇയാളാണ് ഇന്റെ എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് കരുതുക. ഇയാളെല്ലാം ഇവിടെ വരും. ഈ ആക്സിസിൽ എഫ് ഓഫ് എ പ്ലസ് എച്ച് ഇവിടെ വരും. അപ്പൊ കറസ്പോണ്ടിങ് പോയിന്റ് ഇയാൾ ആരായിട്ട് മാറും? എ പ്ലസ് എച്ച് കോമ എഫ് ഓഫ് എ പ്ലസ് എച്ച് വരും. ഇയാൾ ആരായിട്ട് മാറും? എ കോമ എഫ് ഓഫ് എ ആയിട്ട് മാറും. ഇനി ഇവര് തമ്മിൽ ഉണ്ടാക്കുന്ന കർവാണ് ഇയാൾ എന്ന് കരുതാം. അതായത് എ പ്ലസ് എച്ച് വരെ പോകുമ്പോൾ കിട്ടുന്ന കർവാണ് സി. മൈ കർവ് ഈസ് സി. ഇനി എഫ് ഡാഷ് ഓഫ് എ കാണണം നമുക്ക്. എഫ് ഡാഷ് ഓഫ് എന്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്തറിയാം? എഫ് ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് ആണ്. ഈ ക്വാണ്ടിറ്റി എന്താ ജസ്റ്റ് വരുന്നതെന്ന് നോക്കാം. എഫ് ഓഫ് എ പ്ലസ് എച്ച് എത്ര വരും? എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് വരും മൈനസ് എഫ് ഓഫ് എ. എഫ് ഓഫ് എ ആരാ? ഈ ഹൈറ്റ് വരും. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ്, അതായത് ഈ ഹൈറ്റ് വരും. അപ്പൊ ടോട്ടലി ഈ ഹൈറ്റിന്ന് ഈ ഹൈറ്റ് മൈനസ് ചെയ്യുക. ഇത്രയും ഹൈറ്റിന്ന് ഇത്രയും ഹൈറ്റ് മൈനസ് ചെയ്താൽ ബാക്കി ഇവിടം മുതൽ ഈ പോയിന്റ് വരെയുള്ളത് വരും. ജസ്റ്റ് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇവിടറ്റും വരൂല, ഇവിടറ്റും. ഇതാണ് നമ്മുടെ ആര്? എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എ മുതൽ എ പ്ലസ് എച്ച് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. അപ്പൊ ബൈ എച്ച് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് വരും. ദാറ്റ് മീൻസ് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു രൂപത്തിൽ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്നുള്ള ക്വാണ്ടിറ്റിനെ കാണാം. ഞാൻ ഈ രണ്ട് ലൈനും തമ്മിൽ, ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യാണ്. എഫ് ഓഫ് എ എന്നുള്ള പോയിന്റും എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്നുള്ള പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തു. ദിസ് ഈസ് ദ കോഡ് ജോയിനിങ് ദ പോയിന്റ്സ് എ എഫ് ഓഫ് എ ആൻഡ് എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇതിനെ ഞാൻ ജസ്റ്റ് എ എന്നും ഇതിനെ ഞാൻ ബി എന്നും ഇതിനെ ഞാൻ സി എന്നും വിളിച്ചാൽ എനിക്ക് എ ബി സി എന്നുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ആംഗിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ആണ്. എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് എ ബി എന്നുള്ള ലൈന്. ദാറ്റ് ഈസ് ദ കർവ്, ദാറ്റ് ഈസ് ദ കോഡ് ജോയിനിങ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി. ആ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡാണ് നമ്മൾ വരച്ചത്. അപ്പൊ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് വരും. ദാറ്റ് മീൻസ് ബി സി വരും. ബൈ എച്ച് എന്ന് പറഞ്ഞാലോ എ സി വരും. ഈ ആംഗിൾ തീറ്റ ആണെന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് ദിസ് ആംഗിൾ ഈസ് തീറ്റ. വാട്ട് അബൌട്ട് ബി സി ബൈ എ സി, വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈനിന്റെ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ ഈസ് ഗിവൺ ബൈ ആംഗിൾ. എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഗിവൺ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ഗിവൺ ലൈൻ ഈസ് ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ബി സി ബൈ എ സി. അപ്പൊ ബി സി ബൈ എ സി എന്നുള്ളതാണ് നമ്മുടെ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്നുള്ള സാധനം. അതായത്
നമ്മൾ പറഞ്ഞ ലിമിറ്റ് എന്നുള്ള ഡെഫിനിഷനിൽ ഈ ക്വാണ്ടിറ്റി വരുന്നത് എന്താണ്? ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ കോഡ് ജോയിനിങ് ദ പോയിന്റ്സ് എ എഫ് ഓഫ് എ ആൻഡ് എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇനി ഇവിടെ ഒരാളുണ്ട് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ എച്ച് 0ലേക്ക് അപ്രോച്ച് ചെയ്യാം. എച്ച് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എ പ്ലസ് എച്ച് ആരായിട്ട് മാറും? 0ലേക്ക് അപ്രോച്ച് ചെയ്യും. എ പ്ലസ് എച്ച് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. എ പ്ലസ് എച്ച് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്താണ്? ഇതാണ് എഫ് ഓഫ് എ പ്ലസ് എച്ച്. എ പ്ലസ് എച്ച് 0ലേക്ക് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപത്തിൽ 0ലേക്ക് ഇങ്ങനെ വരുന്നു. ഈ ഒരു രൂപത്തിൽ 0ലേക്ക് വരുമ്പോ ഈ ട്രയാങ്കിൾ ഇങ്ങനെ ചെറുതായി 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 നമുക്ക് അവസാനം ഈ കോഡ് ആരായിട്ട് മാറും? ഈ പോയിന്റിൽ വരക്കുന്ന ടാൻജന്റ് ആയിട്ട് മാറും. കോഡ് ബിക്കംസ് ദ ടാൻജന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ എച്ച് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ക്വാണ്ടിറ്റി കോഡ് സ്ലോപ്പ് ഓഫ് ദി കോഡ് ജോയിനിങ് എ ആൻഡ് ബി എന്നുള്ള ക്വാണ്ടിറ്റി എന്തായിട്ട് മാറും? ഈസ് ദ ടാൻജന്റ് ലൈൻ അറ്റ് ദ പോയിന്റ് എ കോമ എഫ് ഓഫ് എ. അതാണ് നമ്മുടെ ഡെറിവേറ്റീവിന്റെ ഡെഫിനേഷൻ. അതായത് ഈ ക്വാണ്ടിറ്റി എച്ച് എങ്ങോട്ട് പോകണം? 0ലേക്ക് പോകണം. എച്ച് 0ലേക്ക് പോകുമ്പോൾ ജിയോമെട്രിക്കലി ദ സ്ലോപ്പ് ഓഫ് ദ കോഡ് ജോയിനിങ് ദി പോയിന്റ്സ് എ എഫ് ഓഫ് എ കോമ എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്നുള്ളത് എന്തായിട്ട് മാറും? ഈസ് ദ ടാൻജന്റ് ലൈൻ അറ്റ് ദ പോയിന്റ് എ എഫ് ഓഫ് എ. അതായത് എ എന്നുള്ള പോയിന്റിൽ തന്ന കർവിലുള്ള ഒരു ടാൻജന്റ് ലൈനായിട്ട് മാറും ആര്? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. ഈ ക്വാണ്ടിറ്റി മൊത്തമായിട്ട് അയാളായിട്ട് മാറും. That means f dash at a, that means the derivative of a function at a point is the tangent line at that point. ആ പോയിന്റിൽ കർവിന് വരയ്ക്കുന്ന ഒരു ടാൻജന്റ് ലൈൻ ആണ് എന്ത്? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കേസാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി നമുക്കൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ പറയാൻ വേണ്ടിയിട്ട് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0. എച്ചിന് പകരം എച്ച് എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള പോയിന്റിലുള്ള ഇൻക്രിമെന്റ് ആണ്. എക്സ് ഈക്വൽ ടു എ ആകുമ്പോൾ എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച് ആകുമ്പോൾ എക്സിലുള്ള ഇൻക്രിമെന്റ് ആണ്. പക്ഷെ നമ്മളുള്ള ടി എന്നുള്ള വേരിയബിൾ ആണ്. ടി എന്നുള്ള വേരിയബിൾ എന്നുള്ള ഇൻക്രിമെന്റ് ആയിട്ട് ഡെൽറ്റ ടി ആണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി ബൈ ഡെൽറ്റ ടി വരും. ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി നോക്കുക. എന്റെ സ്ഥാനത്ത് ടി എന്നുള്ള പോയിന്റ് ആയിട്ട് മാറി. എച്ച് എന്നുള്ള ഇൻക്രിമെന്റ് ഡെൽറ്റ ടി എന്നുള്ള ഇൻക്രിമെന്റ് ആയിട്ട് കൊടുത്തു. എഫ് ഓഫ് എ എന്നുള്ളത് ആർ ഓഫ് ടി. എഫ് എന്നുള്ള ഫംഗ്ഷന് പകരം വെക്ടർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ആണ്. ഡെൽറ്റ ടി വരും. ഇതേ സാധനം തന്നെ നമുക്ക് ഇങ്ങനൊരു ലൈന് വരച്ചാൽ ഇതേ സ്പേസ് ഇതേ സാധനം നമുക്ക് വെക്ടർ ഫംഗ്ഷന്റെ കർവാക്കിയിട്ടും ട്രീറ്റ് ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. എ എന്നുള്ളതിന് പകരം ടി ആർ ഓഫ് ടി ആക്കുക. ഇത് ടി പ്ലസ് ഡെൽറ്റ ടി ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആക്കി മാറ്റുക. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എഫിന് പകരം ആറും എക്ക് പകരം ആരും കൊടുത്താൽ മതി. ടിയും എച്ചിന് പകരം ഡെൽറ്റ ടിയും കൊടുത്താൽ ഈ ഫിഗറിനെ നമുക്ക് നേരെ വെക്ടർ ഫംഗ്ഷന്റെ ഫിഗർ ആയിട്ട് വരക്കാം. അത് പ്ലെയിനിൽ വരക്കാം. എക്സും വൈയും സെഡ് ഇല്ലെങ്കിൽ സെഡ് വരക്കണമെങ്കിൽ ഈ ഒരു ആക്സിസ് വരച്ചിട്ട് ഈ ഒരു ആക്സിസ് മാറ്റിയിട്ട് നമുക്ക് വെറുതെ സെഡ് ആക്സിസ് ഇങ്ങോട്ട് വരച്ചാൽ മതി. എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇതേ ക്വാണ്ടിറ്റി തന്നെയാണ് എങ്ങോട്ടും വരുന്നത്. നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷനിൽ ഡിസ്കസ് ചെയ്ത അതേ ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിലേക്ക് പോകുമ്പോഴും വരുന്നത്. അപ്പൊ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് ജിയോമെട്രിക്കലി? ആർ ഡാഷ് ഓഫ് ടി ഈസ് ദ R dash of t is the tangent line at the point t to the curve R of t. R of t ട്രേസ് ചെയ്യുന്ന ഒരു കർവ് C തന്നാൽ ആ C എന്നുള്ള കർവിന് T എന്നുള്ള പോയിന്റിലുള്ള ടാൻജന്റ് ലൈൻ ആണ് ആര്? R dash of t. Therefore, the geometrical meaning of R dash of t, the derivative of a vector function at a point t is the tangent line to the given curve at that point t. അതായത് ടി എന്നുള്ള പോയിന്റിലുള്ള ടാൻജന്റ് ലൈനാണ് ടു ദ ഗിവൺ കർവ്. നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഒരു പ്ലോട്ടിംഗ് വരക്കാനുണ്ട്. അപ്പൊ ആർ ഡാഷ് ഓഫ് ടി എന്താണെന്നുള്ളത് ജിയോമെട്രിക്കലി എന്താന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മാറും. നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ കൂടെ എഴുതി പോവുക. ഗ്രാഫ് ദ കർവ് സി. സി എന്നുള്ള ഒരു കർവിന്റെ ഗ്രാഫ് വരക്കണം. ട്രേസ്ഡ് ബൈ എ പോയിന്റ് പി ഹൂസ് പൊസിഷൻ വെക്ടർ, ഒരു പോയിന്റ് തന്നിക്കണ്. ഹൂസ് പൊസിഷൻ വെക്ടർ ഈസ് ഗിവൺ ബൈ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് 2ti പ്ലസ് സൈൻ ടി ജെ, കോമ ടിയുടെ വേരിയേഷൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഗ്രാഫ് ആർ ഡാഷ് ഓഫ് 0
കോമ ആർ ഡാഷ് ഓഫ് പൈ ബൈ 6. ഈ ക്വസ്റ്റിൽ നമുക്ക് കർവ് തന്നിക്കണ്, സോറി ഒരു വെക്ടർ ഫംഗ്ഷൻ തന്നിക്കണ്. ഒരു പോയിന്റിലുള്ള ആർ ഓഫ് ടി എന്നുള്ള ഒരു പോയിന്റിലുള്ള വെക്ടർ ഫംഗ്ഷൻ ആണ്, ഒരു പൊസിഷൻ വെക്ടർ ആണ് തന്നിക്കുന്നത്. ആ ടി 0 മുതൽ 2π വരെ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് കിട്ടുന്ന കർവ് സി വരക്കണം. കർവ് സി വരച്ചതിന് പകരം കർവ് സി വരക്കണം, കൂടെ എന്തൊക്കെ വരക്കണം? ഡെറിവേറ്റീവ് അറ്റ് 0യും വരക്കണം, ഡെറിവേറ്റീവ് അറ്റ് പൈ ബൈ 6ഉം വരക്കണം. ഇത് ഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ജിയോമെട്രിക്കൽ ആസ്പെക്ട് നമുക്കറിയണം. ഡ്രോ ചെയ്യാൻ നമ്മൾ അറിഞ്ഞു 0 എന്നുള്ള പോയിന്റിലും പൈ ബൈ 6 എന്നുള്ള പോയിന്റിലും എന്തായിട്ട് മാറും? ഡെറിവേറ്റീവ് ആണ് ആർ ഡാഷ് ഓഫ് 0യും ആർ ഡാഷ് ഓഫ് പൈ ബൈ 6ഉം. നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗിവൺ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടി വാല്യൂ കൊടുത്തു, എക്സ് വാല്യൂ കൊടുത്തു, വൈ വാല്യൂ കൊടുത്തു. സെഡ് വാല്യൂ ഇല്ല, ഐ ക്യാപ്പും ജെ ക്യാപ്പും ഉള്ളൂ. ടി വാല്യൂ എന്താ വരുന്നത്? 0 മുതൽ 2π വരെ. എക്സ് ആരാ? കോസ് 2t. വൈ ആരാ? വൈ ഈസ് ഈക്വൽ ടു സൈൻ ടി. ടി എന്നുള്ളത് നമ്മൾ സ്റ്റാൻഡേർഡ് ആംഗിൾ ആയിട്ടുള്ള 0, പൈ ബൈ 2, പൈ, 3π ബൈ 2, 2π ഇത്രയും ആംഗിൾസ് കൊടുക്കാം. 0 കൊടുക്കുമ്പോ എക്സ് വാല്യൂ എന്ത് വരും? 1 വരും. കോസ് 0 1 വരും. വൈ വാല്യൂ സൈൻ 0 0 വരും. ഇനി പൈ ബൈ 2 കൊടുക്കുമ്പോ എക്സ് വാല്യൂ കോസ് ഓഫ് 2 പൈ ബൈ 2, 2 2 ക്യാൻസൽ ചെയ്ത് കോസ് പൈ വരും. കോസ് പൈയുടെ വാല്യൂ -1. വൈ വാല്യൂ 1. കോസ് ഓഫ് സൈൻ ഓഫ് പൈ ബൈ 2 വരും. സൈൻ ഓഫ് പൈ ബൈ 2 1. ഇനി അടുത്തത് കോസ് 2π വരും. കോസ് 2πയുടെ വാല്യൂ 1. സൈൻ പൈ വരും. സൈൻ പൈയുടെ വാല്യൂ 0. അടുത്തത് കോസ് 2 ഇൻറ്റു 3π ബൈ 2. കോസ് 3π വരും. 3π എന്ന് പറഞ്ഞാൽ പൈയിലുള്ള ആംഗിൾ തന്നെ വരും. -1 വരും. സൈൻ വാല്യൂ സൈൻ ഓഫ് 3π ബൈ 2. സൈൻ ഓഫ് 3π ബൈ 2 ഈസ് -1. നെക്സ്റ്റ് വൺ കോസ് 4π. 4πയുടെ വാല്യൂ 1. സൈൻ 2π. സൈൻ 2πയുടെ വാല്യൂ 0. ഇത്രയും ആംഗിൾസ് ഉണ്ട്. ഇനി ഇതിന്റെ ഇടയിൽ പൈ ബൈ 20യും 0 ടു പൈ ബൈ 20 ഒക്കെ ഇടയിലുള്ള ആംഗിൾസ് നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആയിട്ടുള്ള ക്വാഡ്രന്റിൽ ഓരോ ക്വാഡ്രന്റിന്റെയും എൻഡ് പോയിന്റിൽ വരുന്ന ആംഗിൾസ് മാത്രമേ മെഷർ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പോയിന്റ്സ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കർവ് വരക്കണം. കർവ് വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് 2 ആക്സിസ് വരച്ചു, എക്സ് ആക്സിസും വൈ ആക്സിസും. നമുക്ക് ഗിവൺ കർവ് എവിടെയാണ്? എക്സ് വൈ പ്ലെയിനിലാണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ കർവ് വരക്കാൻ എക്സും വൈയും മതി. ഇനി ആംഗിൾസ് നോക്കുക. ആംഗിൾ T0 ആവുന്ന സമയത്ത് എന്താണ് നമ്മുടെ 0 to 2πയിലുള്ള റൊട്ടേഷൻ? എക്സ് വാല്യൂവും വൈ വാല്യൂ 1 0 എന്നുള്ള പോയിന്റ് ഏത് വരും? എക്സ് വാല്യൂ 1, വൈ വാല്യൂ 0. ഈ പോയിന്റ് ഇതാണ് നമ്മുടെ 1 0 എന്നുള്ള പോയിന്റ്. ഇനി അടുത്തത് പൈ ബൈ 2 ആവുന്ന സമയത്ത് ആംഗിൾ ഇങ്ങനെ പോയി പൈ ബൈ 2 ആവുന്ന സമയത്ത് -1, -1. എക്സ് വാല്യൂ -1, എക്സ് വാല്യൂ -1, വൈ വാല്യൂ 1, വൈ വാല്യൂ 1 ഇവിടെ വരും. ഇതാണ് നമ്മുടെ -1 1 എന്നുള്ള പോയിന്റ്. ഇയാൾ എവിടെയാണ്? ആംഗിൾ പൈ ബൈ 2 ആവുന്ന സമയത്താണ്. ഇനി ആംഗിൾ പൈ ആവുന്ന സമയത്ത് ഇയാൾ ആരായിട്ട് മാറും? 1 0 ആയിട്ട് മാറും. അപ്പൊ ഒന്ന് നോക്കുക. 1 0 എന്നുള്ള പോയിന്റ് തന്ന് -1 1 ആണ് പൈ ബൈ 2. അപ്പൊ ഇതിന്റെ ഇടയില് നമ്മൾ എവിടെങ്കിലും ഉള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഇനി അടുത്തത് 1 0ലേക്ക് വീണ്ടും എത്തുന്നു. അതായത് -1 1 എന്നുള്ള പോയിന്റ് ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഏത് പോയിന്റിലേക്ക് എത്തുന്നു? 1 0 എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നു. ഇങ്ങനെയും വരാം, ഇങ്ങനെയും വരാം. ജസ്റ്റ് അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എങ്ങനെ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് -1 1 1 0ക്ക് പോകുമ്പോ പൈ ബൈ 2 പൈയിലേക്കാണ്. പൈ ബൈ 2ന്റെയും പൈന്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ആംഗിൾ പുട്ട് ചെയ്ത് നോക്കുക. ഇനി പൈന്റെയും 3π ബൈ 2ന്റെ ഇടയില് 3π ബൈ 2 എവിടെയാണ്? -1 -1. എക്സും -1, വൈയും -1 ഇവിടെയുള്ള പോയിന്റ് വരും. ഇതേ ഒരു ഡിസ്റ്റൻസിൽ -1 -1 എന്നുള്ളത് ഇവിടെയുള്ള പോയിന്റ് ആയിട്ട് മാറും. എക്സും -1, വൈയും -1. പിന്നെ 3π ബൈ 2 2πയിലേക്ക് പോകുമ്പോഴും 1 0ലേക്കാണ് പോകുന്നത്. ഗിവൺ കർവ് ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യൂല? മോർ ദാൻ 1 പോയിന്റ്സിൽ അത് മീറ്റ് ചെയ്യൂല. അപ്പൊ നമുക്ക് കിട്ടുന്ന കർവ് ഈ ഒരു രൂപത്തിലായിരിക്കും.
ദിസ് ഈസ് അവർ റിക്വയർഡ് കർവ് സി. സി എന്നുള്ള കർവ് പ്ലോട്ട് ചെയ്യാൻ ജസ്റ്റ് ആംഗിൾസ് നോക്കി. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണ് ഇങ്ങനെയാണോ പ്ലോട്ടിംഗ് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, -1 1 10 പോകുന്നത് ഏതിന്ന് എങ്ങോട്ട് പോകുമ്പോഴാണ്, π/2 പൈയിലേക്ക് പോകുമ്പോൾ. അപ്പൊ π/2ന്റെയും പൈന്റെയും ഇടയിലുള്ള ഒരു ആംഗിൾ കൊടുത്തു വെക്കുക. π/2ന്റെയും പൈന്റെയും ഇടയിലുള്ള ആംഗിൾ കൊടുക്കുമ്പോൾ നമുക്ക് കോസിലും സൈനിലുമാണ് ഫംഗ്ഷൻ കാണാനുള്ളത്. π/2ന്റെയും പൈവിന്റെയും ഇടയിൽ π/2 + π/6 എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. π/2 + π/6 വരുമ്പോ π/2ന്റെ ഷിഫ്റ്റിംഗ് വെച്ചിട്ട് കോസ് സൈനിലേക്കും സൈന് കോസിലേക്കും ഷിഫ്റ്റ് ചെയ്യും. സൈനിന്റെയും കോസിന്റെയും ആംഗിൾസിന്റെ വാല്യൂ എന്തേ വരുന്നുള്ളൂ, -1ന്റെയും 1ന്റെയും ഇടയിൽ എന്തായാലും വരുള്ളൂ. -1ന്റെ ഇപ്പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ എന്താ സാധനം, ഇവിടെയാണ് -1 നമുക്കുള്ളത്. ഇതാണ് നമ്മുടെ x ആക്സില് -1, ഇതാണ് നമ്മുടെ y ആക്സിലെ 1. അപ്പോ ഇങ്ങോട്ട് ചെരിയാന്ന് പറഞ്ഞാൽ ഈ സാധനം ഈ പോയിന്റിന്ന് കർവ് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വൈന്റെ വാല്യൂയോ >1 ആവണം. ഒരിക്കലും കോസിന്റെ വാല്യൂവും സൈനിന്റെ വാല്യൂവും എന്താവൂല, >1 ആവൂല. അതുകൊണ്ട് ഇതിന്റെ പ്ലോട്ടിംഗ് മുകളിലേക്കും പ്ലോട്ട് ചെയ്യാൻ പറ്റൂല, ഈ സൈഡിലേക്കും പ്ലോട്ട് ചെയ്യാൻ പറ്റൂല. ഈ സൈഡിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സ് വാല്യൂ >1 ആവും, ഈ സൈഡിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ മുകളിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ y വാല്യൂ >1 ആവും. അപ്പൊ -1 നിന്ന് 10 വരാൻ എനിക്ക് ഈ ഒരു y തന്നെ ഉണ്ടാവുള്ളൂ. അതേപോലെ -1 എനിക്ക് ഈ പ്ലോട്ടിംഗ് ഇങ്ങോട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ x വാല്യൂ -1 ചെറിയ നമ്പർ ആയിട്ട് മാറി. -1ന്റെയും 1ന്റെയും ഇടയിലാണ് കോസിന്റെയും സൈനും കോസും എവിടെ കിടക്കുന്ന ആൾക്കാരാണ്, -1ന്റെയും 1ന്റെയും ഇടയിൽ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരിക്കലും അതിന്റെ വാല്യൂ -1 ചെറുതോ 1 വലുതോ ആവൂല എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ പ്ലോട്ടിംഗ് എങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ, ഈ ഒരു രൂപത്തിൽ. ഇവിടുന്ന് ഇങ്ങോട്ട് വരാന് ഇങ്ങനെ മുകൾക്ക് പോവാനോ ഇങ്ങോട്ട് പോവാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തല് ഈ ഒരു രൂപത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എത്താൻ പറ്റുള്ളൂ. കൂടാതെ ഇതിലുള്ള ഓരോ കോമ്പണൻസും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് കർവ് വരയ്ക്കുന്നത് ഒരു കണ്ടിന്യൂസ് കർവും കൂടി ആയിരിക്കും. ഈ ഒരു രൂപത്തിൽ നമുക്ക് പ്ലോട്ടിംഗ് വരയ്ക്കാം. നമ്മളിപ്പോ എന്താ ചെയ്തത്, ടി വാല്യൂസ് കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂസും വൈ വാല്യൂസും ഫൈൻഡ് ചെയ്തു. ഇനി വേറൊരു രൂപത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് നമ്മുടെ റിക്വയർഡ് എയിം എന്തൊക്കെയായിരുന്നു, സി എന്നുള്ള കർവ് വരക്കണം, r'0 വരക്കണം, r'5/6 വരക്കണം. അതിൽ സി എന്നുള്ള കർവ് വരച്ചു ഒരു രൂപത്തിൽ. ഇനി വേറൊരു മെത്തേഡാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, സി എന്നുള്ള കർവ് വരക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മെത്തേഡ്. ഇവിടെ എക്സ് ആരാ, r എക്സ് cos 2t ആണ്, y sin t ആണ്. വാട്ട് അബൌട്ട് y², sin² t. cos 2t നമുക്ക് എങ്ങനെ മാറ്റാം, cos² t മൈനസ് sin² t. sin² t, that means x is equal to cos² t minus sin² t, sin² t, sin² t y² ആണ്, which is equal to cos² t നെ വീണ്ടും മാറ്റാം, sin² θ പ്ലസ് cos² θ ഈക്വൽ ടു 1 ആണ്. അത് പ്രകാരം cos² എന്ന് പറഞ്ഞാൽ 1 മൈനസ് sin² t വരും, മൈനസ് y² വരും. sin² t y² ആണ്, which is equal to 1 മൈനസ് 2y². x is equal to 1 മൈനസ് 2y². നമ്മൾ പരാബോള എന്ന് പറഞ്ഞിട്ട് പല ഫിഗേഴ്സ് വരച്ചിരിക്കുന്നു. y² is equal to 4px, x² equal to 4py, അതേപോലെ മൈനസ് 4px വരും, y² is equal to x² is equal to മൈനസ് 4py വരും. ഈ ഒരു 4 രൂപത്തിലാണ് നമ്മൾ പരാബോളന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പഠിച്ചിരിക്കുന്നത്. y² equal to 4px, x² equal to 4py, x² is equal to മൈനസ് 4py, y² is equal to മൈനസ് 4px എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പരാബോളന്റെ 4 സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പഠിച്ചിരിക്കുന്നത്. ഈ ഇക്വേഷൻസ് നോക്കാം. ഇവിടെ എങ്ങനെയാണ് നമുക്ക് തന്നിക്കുന്നത്, y² ടേമിൽ y² is equal to എന്ന് പറയുമ്പോൾ ഈ ഒരു രൂപത്തിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് വരും, x is equal to 1 മൈനസ് 2y² എന്ന് റീഅറേഞ്ച് ചെയ്താൽ മൈനസ് ഓഫ് 2y² is equal to ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് ആയിട്ട് മാറും, 1 മൈനസ് എക്സ് ആയിട്ട് എഴുതാം. അതായത് 2y² is equal to 1 മൈനസ് എക്സ്. 2 അങ്ങോട്ട് കൊണ്ടുപോകണ്ട, 2 എന്തോ ആയിക്കോട്ടെ, 4px ഇങ്ങോട്ട് 1/4 വന്നാൽ 1/4px എന്നുള്ള രൂപത്തിൽ എഴുതാലോ, എന്തോ ആയിക്കോട്ടെ. 2y² is equal to 1 മൈനസ് എക്സ്. 4py ഈക്വൽ ടു x² എന്നുള്ളതിന്റെ ഗ്രാഫ് എങ്ങനെ വരുന്നത്, 4py ഈക്വൽ ടു x² എന്നുള്ളതിന്റെ ഗ്രാഫ് നമ്മൾ വരക്കുമ്പോ y ആക്സിസിന് സിമെട്രിക് ആയിട്ട് y ആക്സിസിന് സിമെട്രിക് ആയിട്ട് ഓപ്പൺ അപ്വേർഡ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രൂപത്തിലാണ് അതിന്റെ പരാബോളയുടെ ഫിഗർ വരുന്നത്. ഇതിന്റെ പരാബോള y ആക്സിസിന് സിമെട്രിക് ആയിട്ട് തന്നെ എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു,
താഴോട്ട് ഓപ്പൺ ചെയ്യുന്ന രൂപത്തിലാണ് അതിന്റെ പരാബോള വരുന്നത്. ഇനി നമ്മുടെ എയിം ഇവിടെ ഉള്ളത് എന്താണ്? വൈയിനാണ് സ്ക്വയർ. വൈയിന് സ്ക്വയർ വരുമ്പോ രണ്ട് രൂപത്തിലാണ് പരാബോള വരിക. ഒന്നിക്കലോ ഈ ഒരു രൂപത്തിൽ, അതായത് എക്സ് ആക്സിന് അബൌട്ട് ആയിട്ട് സിമെട്രിക് ആയിട്ട് റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു രൂപത്തിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എക്സ് ആക്സിന് അബൌട്ട് സിമെട്രിക് ആയിട്ട് ലെഫ്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രൂപത്തിൽ ഈ ഒരു രൂപത്തിലും വരാം. അതിൽ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4px ആണ്. ഇങ്ങനെ വൈ സ്ക്വയർ ഈക്വൽ ടു 4pxന്റെ ഗ്രാഫാണ് റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രൂപത്തിൽ എക്സ് ആക്സിന് അബൌട്ട് ആയിട്ടുള്ള കർവ്. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4pxന്റെ കർവ് എങ്ങനെയാണ്? എക്സ് ആക്സിന് സിമെട്രിക് ആയിട്ട് ലെഫ്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രൂപത്തിൽ ഈ ഒരു രൂപത്തിലാണ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4pxന്റെ കർവ്. നമ്മുടെ എയിം നോക്ക്. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4p എന്തോ ഒരു ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടോ ഇല്ലയോ നോക്കണ്ട, അതതിന്റെ വിഡ്ത്തിനാണ്, ഈ ഓപ്പണിങ് ചെയ്യുന്ന വിഡ്ത്തിനാണ് നമ്മൾ അതിനെ കാണുന്നത്. അതായത് 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 - x പകരം 2y സ്ക്വയർ ഈക്വൽ ടു -x എന്ന് എഴുതിയാൽ നമുക്ക് ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4pxന്റെ ഒരു മോഡലിൽ കമ്പയർ ചെയ്യാം. -4p എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പണിംഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു -x എന്നുള്ള കർവ് എന്താ വരിക? 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു -x എന്ന് പറഞ്ഞാൽ ഒരു പരാബോള ആയിരിക്കും വിത്ത് ഒറിജിൻ ആസ് ഫോക്കസ് ഇവിടെ വരും, 0 വരും, ഒറിജിനിൽ വരും, 0 വരും, ഓപ്പൺ ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ് വിത്ത് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സ്. അതായത് ഈ കർവാണ് ആര് വരിക? 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 - x വരിക. പക്ഷെ നമ്മൾ റിക്വയർഡ് കർവ് ആരാ? 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 - x. 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 - x എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ഇയാൾ വൈ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതായത് എക്സിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ വൈ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് വരും. അതായത് ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത രൂപത്തിൽ വരും. അപ്പൊ നമ്മുടെ റിക്വയർഡ് കർവ് കിട്ടാൻ വേണ്ടിയിട്ട് പരാബോളന്റെ ഐഡിയ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഉണ്ടെങ്കിൽ 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 - x കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയിട്ട് വരും. എക്സിൽ ടീനും വൈനും ടി എന്നുള്ള പാരാമീറ്ററിനെ മാറ്റിയിട്ട് നമ്മൾ എക്സിലും വൈയിലുള്ള ഇക്വേഷൻ ആക്കി എഴുതുന്നതിനാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയാം. 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 - x കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയിട്ട് മാറും. 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു -x എന്ന് പറഞ്ഞാൽ 0 സെന്റർ ആയിട്ട് വരുന്ന രൂപത്തിൽ, ഫോക്കസ് വരുന്ന രൂപത്തിൽ ലെഫ്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്ന പരാബോളയാണ്. അതിന് 1 - x ആകുമ്പോൾ റൈറ്റിലേക്ക് ഒരു 1 യൂണിറ്റ് ഷിഫ്റ്റ് വരും. അപ്പൊ അത് റിക്വയർഡ് കർവ് ഇയാളല്ല, നമ്മുടെ റെഡ് ഇങ്കിൽ വരച്ച് അയാളായിട്ട് മാറും. അപ്പൊ 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 - xന്റെ ഗ്രാഫ് വരയ്ക്കാൻ 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 - x അല്ലെങ്കിൽ r of t ഈസ് ഈക്വൽ ടു cos 2ti sin tj എന്നുള്ളതിന്റെ ഗ്രാഫ് വരയ്ക്കാനുള്ള രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. ഒന്ന് കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്ക് മാറ്റുക, കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള രൂപത്തിലുള്ള ഫിഗർ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ടി എന്നുള്ള പോയിന്റ്സ് കൊടുക്കുന്നതിനനുസരിച്ച് എക്സ് വാല്യൂസും വൈ വാല്യൂസും മാർക്ക് ചെയ്യുക. ഇനി ഇവിടുന്നും ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഫിഗർ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വേണം? എക്സ് വാല്യൂസും വൈ വാല്യൂസും ഞാൻ നേരത്തെ വരച്ചതുപോലെ എക്സും വൈയും ടേബിൾ ആയിട്ട് എക്സ് വാല്യൂറ്റ് ചെയ്യുക, വൈ വാല്യൂറ്റ് ചെയ്യുക. എക്സ് കൊടുക്കുമ്പോൾ 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 - x എന്ന് റൂട്ട് ഓഫ് 2 ഇങ്ങോട്ടുണ്ടായ റൂട്ട് ഓഫ് 1 - x 2 ഇങ്ങോട്ട് വരും. റൂട്ട് ഓഫ് 1 - x/2 എന്നുള്ളതായിരിക്കും y ആയിട്ട് വരിക. അപ്പൊ y ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - x. എക്സിനെ എങ്ങനെ വേരിയിപ്പിക്കുക, അപ്പൊ y വാല്യൂ ഇവിടെ എങ്ങനെ കിട്ടും? ആ ഒരു രൂപത്തിലും നമുക്ക് ചെയ്യാം. ഈ ഒരു രൂപത്തിലാണ് എന്ത് വരുന്നത്? തന്ന കർവിന്റെ പ്ലോട്ടിംഗ് വരുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ പ്ലോട്ട് ചെയ്യാനുണ്ട്? r' ഓഫ് 0യും പ്ലോട്ട് ചെയ്യാനുണ്ട്, r' ഓഫ് π/6ഉം പ്ലോട്ട് ചെയ്യാനുണ്ട്. r of t ന് ഞാൻ കോമ്പണന്റ് ഫോമിൽ ഇതാണ്. r of t is equal to cos 2t, sin t. r' of 0, r' of π/6 രണ്ട് ഫംഗ്ഷൻസും എന്താണ്? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ആറിന്റെ ഡെറിവേറ്റീവ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റത്തിന്റെ ഡെറിവേറ്റീവ് കാണാം. cos 2tയുടെ ഡെറിവേറ്റീവ് മൈനസ് ഓഫ് സൈൻ 2t വരും. അതായത് കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2t വരും. ഒരു 2tയുടെ ഡെറിവേറ്റീവ് ആയിട്ട് ചെയിൻ റൂൾ പ്രകാരം ഒരു 2ഉം പുറത്തുണ്ടാവും. അപ്പൊ -2 സൈൻ 2t വരും. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടിയും വരും. ഇയാളാണ് നമ്മുടെ r' ഓഫ് ടി. അതിനെ വെക്ടർ ഫോമിലേക്ക് എഴുതുമ്പോൾ -2 സൈൻ 2ti പ്ലസ് കോസ് ടി ജെ എന്നും വരും. അപ്പൊ r' ഓഫ് ടി ഈസ് ഈക്വൽ ടു അയാൾ. ഇനി നമുക്ക് r' ഓഫ് 0 ഇവാലുവേറ്റ് ചെയ്യണം. r' ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? r' ഓഫ് 0 കിട്ടാൻ ഇതിൽ എന്താ ചെയ്താൽ മതി? ജസ്റ്റ് t ഈക്വൽ ടു 0 കൊടുത്താൽ മതി. സൈൻ 0 വരും,
0 ഇൻറ്റു ഐ ക്യാപ്പ് 0 പോയി, കോസ് 0 വരും, 1 വരും, ജെ ക്യാപ്പ്. ആർ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു ജെ ക്യാപ്പ്. ഇനി ആർ ഡാഷ് ഓഫ് പൈ ബൈ 6 ഇവാലുവേറ്റ് ചെയ്യണം. ആർ ഡാഷ് ഓഫ് പൈ ബൈ 6 ഇവാലുവേറ്റ് ചെയ്യാൻ ആർ ഡാഷ് ഓഫ് പൈ ബൈ 6 ഈസ് ഈക്വൽ ടു പൈ ബൈ 6 കൊടുക്കാൻ 2 പൈ ബൈ 6 കൊടുക്കുക. 2 പൈ ബൈ 6 കൊടുക്കുമ്പോൾ കോസ് -2 വരും, സൈൻ 2 പൈ ബൈ 6 റൂട്ട് 3/2 വരും. അപ്പൊ മൈനസ് ഓഫ് റൂട്ട് 3i വരും, പ്ലസ് കോസ് കോസ് പൈ ബൈ 6. കോസ് പൈ ബൈ 6ന്റെ വാല്യൂ റൂട്ട് 3/2 ജെ. കോസ് പൈ ബൈ 6 റൂട്ട് 3/2 വരും. ഇവിടെ 2 പൈ ബൈ 6 പൈ ബൈ 3 ആയിട്ട് മാറും. പൈ ബൈ 3യുടെ വാല്യൂ റൂട്ട് 3/2 വരും. 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്തിട്ട് റൂട്ട് 3 വരും. Therefore r dash of pi by 6 equal to minus root 3i plus root 3/2 j. ഇനി ഇവരെ രണ്ടാളെയും നമുക്ക് പ്ലോട്ട് ചെയ്യണം. അതായത് ജെ ക്യാപ്പിനെയും ഇയാളെയും പ്ലോട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ആർ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവിന്റെ മീനിങ് പ്രകാരം നമ്മൾ പറഞ്ഞു 0 എന്നുള്ള പോയിന്റ് t ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് ആർ ഓഫ് ടി എന്നുള്ള കർവ് ട്രേസ് ചെയ്യാം. ആ പോയിന്റിലുള്ള ടാൻജന്റ് വെക്ടർ ആണ്. ടി ഈക്വൽ ടു 0 വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് ആർ ഓഫ് ടി എന്താ വരിക? ടി ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു കോസ് 0 1 വരും, സൈൻ 0 വരും. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു, ഇതാണ് അതിന്റെ ഉള്ള കറസ്പോണ്ടിങ് പോയിന്റ്. അപ്പൊ കർവിലെ ആ പോയിന്റിലുള്ള ടാൻജന്റ് വെക്ടർ ആണ് ആർ ഡാഷ് ഓഫ് 0. ആർ ഡാഷ് ഓഫ് 0 ആരാണ്? ജെ ക്യാപ്പ്. അപ്പൊ ഈ പോയിന്റിൽ എന്ത് ചെയ്യുക? ജെ ക്യാപ്പ് എന്നുള്ള വെക്ടർ വരച്ചു വെക്കാം. ജെ ക്യാപ്പ് എന്നുള്ള വെക്ടർ എങ്ങനെ വരും? ആ പോയിന്റിൽ ജെ ക്യാപ്പ് എന്നുള്ള വെക്ടർ വരച്ചാല് ഒരു യൂണിറ്റ് വെക്ടർ കുത്തനെ വരക്കുക. ഇയാളാണ് നമ്മുടെ ആർ ഡാഷ് ഓഫ് 0. അതായത് ആർ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാല് ടി 0 കൊടുക്കുന്ന സമയത്ത് കർവിലെ പോയിന്റ് കിട്ടും. കർവിലെ പോയിന്റ് നമുക്ക് 10 ആണ് കിട്ടുന്നത്. ആ 10 എന്നുള്ള പോയിന്റിൽ ജെ ക്യാപ്പ് എന്നുള്ള വെക്ടർ വരച്ചെടുക്കുക. ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയാം, ഇവിടെ y ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ ഇയാളെ കൊണ്ടുപോയിട്ട് എവിടെ പ്ലോട്ട് ചെയ്തു? 10 എന്നുള്ള പോയിന്റിൽ പ്ലോട്ട് ചെയ്തു. ഇനി ആർ ഡാഷ് ഓഫ് പൈ ബൈ 6 പ്ലോട്ട് ചെയ്യണം. ആർ ഡാഷ് ഓഫ് പൈ ബൈ 6 പ്ലോട്ട് ചെയ്യാൻ ആർ ഡാഷ് ഓഫ് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാല് ഗിവൺ കർവിൽ പൈ ബൈ 6 കൊടുക്കുമ്പോൾ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിൽ കർവിനുള്ള ടാൻജന്റ് വെക്ടർ ആണ് ആർ ഡാഷ് ഓഫ് പൈ ബൈ 6. ഇനി ടി ഈക്വൽ ടു പൈ ബൈ 6 കൊടുക്കുമ്പോൾ ആർ ഓഫ് ടി എന്തായിട്ട് മാറും? ടി ഈക്വൽ ടു പൈ ബൈ 6 വിൽ ഇംപ്ലൈസ് ആർ ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് ടി എന്നുള്ള പോയിന്റ് ഏതായിട്ട് മാറും? കോസ് ഓഫ് 2 പൈ ബൈ 6. 2 പൈ ബൈ 6 പൈ ബൈ 6ഉം പൈ ബൈ 6ഉം ക്യാൻസൽ ചെയ്ത് കോസ് പൈ ബൈ 3 വരും, 1/2. ആൻഡ് സൈൻ ഓഫ് പൈ ബൈ 6 ഇറ്റ് ഈസ് ഓൾസോ 1/2. അപ്പൊ 1/2 എന്നുള്ള പോയിന്റ് കാണണം. ഇതാണ് നമ്മുടെ 1 എന്നുള്ള പോയിന്റ് വരുന്നത്. സോറി, ഇത് നമ്മുടെ 1 വരെയുള്ള ഡിസ്റ്റൻസ്. അതിന്റെ ഇടയിലായിട്ട് ഇവിടെ ഒരു 1/2 എന്നുള്ള പോയിന്റ് ഉണ്ടാവും. ഇത് നമ്മുടെ 1, ഇതാണ് നമ്മുടെ 1. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y ആക്സിലും 1/2 എന്നുള്ള ഒരു പോയിന്റ് എടുത്തു. x വാല്യൂ 1/2, y വാല്യൂ 1/2 ആവുന്ന രൂപത്തിൽ ഞാൻ 1/2 മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ 1/2. ഈ പോയിന്റിൽ ഗിവൺ കർവിനുള്ള ടാൻജന്റ് വെക്ടർ, ഇതിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ ഇവിടെ വരക്കാം. പക്ഷെ അത് എന്തിനും കൂടി ഈക്വൽ ആണ്? മൈനസ് ഓഫ് റൂട്ട് 3i പ്ലസ് റൂട്ട് 3/2 j. മൈനസ് ഓഫ് റൂട്ട് 3, ഇതിന്റെ പൊസിഷൻ വെക്ടർ എന്താ വരിക? മൈനസ് ഓഫ് റൂട്ട് 3i എന്ന് പറഞ്ഞാല് i ആക്സിൽ മൈനസ് റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങോട്ട് ഇത്രയും വരും. അതായത് എക്സിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് i. അതിനെ മൈനസ് റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ് വരും. ഇയാളാണ് ആ പോയിന്റ് എന്ന് കരുതുക. റൂട്ട് 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജെ ക്യാപ്പിലുള്ള സാധനത്തിന് റൂട്ട് 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഒരാളും വരും. ദാറ്റ് മീൻസ് ഇവിടെയാണ് ആ ഒരു പോയിന്റ് എന്ന് കരുതുക. അപ്പൊ ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത്? പൊസിഷൻ വെക്ടർ. അതായത് ഈ ഒരു രൂപത്തിന് ഞാൻ മായ്ച്ചു വെച്ചാല് റൂട്ട് 3 മൈനസ് റൂട്ട് 3i പ്ലസ് റൂട്ട് 3/2 j എന്നുള്ള പൊസിഷൻ വെക്ടർ ആണ് ഞാനിപ്പോ വരച്ചത്. പക്ഷെ നമ്മൾക്ക് പൊസിഷൻ വെക്ടർ അല്ല ചോദിച്ചത്, ആർ ഡാഷ് ഓഫ് പൈ ബൈ 6 ആണ്. ഇതിന് ഈക്വൽ ആണെന്നും പറഞ്ഞിരിക്കണം. അപ്പൊ ഈ പൊസിഷൻ വെക്ടറിനെ എന്ത് ചെയ്യാം? ആർ ഓഫ് ടിയിൽ ടി ഈക്വൽ ടു 1/2 കൊടുക്കുന്ന പോയിന്റിൽ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ ഇയാള് എവിടെ വരും? ആർ ഡാഷ് ഓഫ് പൈ ബൈ 6 1/2 എന്നുള്ള പോയിന്റിൽ ടാൻജന്റ് വെക്ടർ ആയിട്ട് വരും. ഈ ഒരു പൊസിഷൻ വെക്ടറിനെ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത രൂപത്തിൽ.
ഇതാണ് നമ്മുടെ r'(π/6). അപ്പൊ അതിന്റെ റഫ് ആയിട്ട് നമ്മള് കാൽക്കുലേഷൻസ് മൊത്തം ഞാൻ മായ്ക്കാണ്. കാൽക്കുലേഷൻസ് ഒന്ന് എറൈസ് ചെയ്താൽ നമ്മൾ t=0 കൊടുക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്ത പോയിന്റ്സ് ഒക്കെ ഒന്ന് മായ്ച്ചു. 3 എയിമായിരുന്നു. ഒന്ന് സി എന്നുള്ള കർവ് വരക്കണം. സി എന്നുള്ള കർവ് ഡ്രോ ചെയ്തു. r'(0) വരക്കണം. r'(0) എന്ന് പറഞ്ഞാൽ ജെ ക്യാപ്പ് കിട്ടി. അപ്പൊ 10 എന്നുള്ള പോയിന്റ് 10 കിട്ടാൻ വേണ്ടിയിട്ട് ടി എന്ത് കൊടുത്താൽ മതി? 0 എടുത്താൽ മതി. അപ്പൊ 10 എന്നുള്ള പോയിന്റിൽ r'(0) ജെ ക്യാപ്പ് വരക്കുക. അടുത്തത് r'(π/6) കിട്ടാൻ ടിയിൽ എന്ത് കൊടുക്കുക? π/6 കൊടുക്കുക. അപ്പൊ 1/2 1/2 എന്നുള്ള പോയിന്റ് കിട്ടും. 1/2 1/2 കൊണ്ടുപോയിട്ട് r' കണ്ടതിന്റെ ശേഷം അതിൽ π/6 കൊടുക്കുമ്പോൾ കിട്ടുന്ന വെക്ടറിനെ ഇവിടെ കൊണ്ടുപോയിട്ടും വരക്കുക. ദിസ് ഈസ് അവർ r'(π/6), ദിസ് ഈസ് അവർ r'(0), ആൻഡ് ദിസ് ഈസ് അവർ ദ ഗിവൺ കർവ് സി r(t). അപ്പൊ ഈ ഒരു രൂപത്തിലാണ് അതിന്റെ ജിയോമെട്രിക്കൽ മീനിങ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു ടാൻജന്റ് ലൈനിന്റെ മായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനും തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ. ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ of the tangent line to the curve C whose parametric equations are x equal to t square, y is equal to t square minus t, z is equal to minus 7t at t equal to 3. Question ഒരു തവണയും കൂടി വായിക്കാം. Find the parametric equation of the tangent line to the graph of the curve C whose parametric equations are x equal to t square, y is equal to t square minus t, z equal to minus 7t and t is equal to 3. അപ്പോൾ ഒരു പാരാമെട്രിക് ഇക്വേഷൻ കാണാനാണ്, ടാൻജന്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കാണാനാണ് നമ്മളോട് ചോദിച്ചത്. കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻസ് തന്നിക്കണ്. ഒരു പോയിന്റ് t equal to 3 തന്നിക്കണ്. അപ്പൊ ഒരു ആൻസറിലേക്ക് പോവാം. നമുക്ക് കാണേണ്ടത് ടാൻജന്റ് ലൈൻ, ഒരു ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഒരു ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് തന്നിക്കണ്? ഒരു പോയിന്റ് തന്നിക്കണ് അറ്റ് t equal to 3. t equal to 3 പറയുമ്പോൾ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് നമുക്ക് കാണാം. r(t) equal to എന്ത് വരും? ഇതിൽ കൊടുത്താൽ മതി. r(t) is equal to x കോമ്പോണന്റും y കോമ്പോണന്റും z കോമ്പോണന്റും കിട്ടി. t equal to 3 പോയിന്റ് കിട്ടി. ദാറ്റ് മീൻസ് വി ആർ ഗിവൺ എ പോയിന്റ്. ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് കാണാൻ പറഞ്ഞത്. ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണം. ഒരു പോയിന്റ് തന്നിക്കണ്. നമുക്കൊരു ഡാറ്റ അറിയാം, ഏതൊരു ലൈനും ആ ലൈനിന് എന്താണ്? പാരലൽ ആണ്. അപ്പൊ ഒരു റിസൾട്ട് ആണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ ലൈൻ, പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് p0 is equal to some x0, y0, z0 and parallel to the vector v equal to some ordered by a, b, c is x equal to x0 plus at, y is equal to y0 plus bt and z is equal to z0 plus ct. അപ്പോൾ ഒരു പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ ലൈന് കാണണം. ഒരു പോയിന്റും തന്നിക്കണ്. ആ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പാരലൽ വെക്ടറും തന്നിക്കണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇവിടെ നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഏത് ലൈനിന്റെ ഇക്വേഷനാണ് കാണേണ്ടത്? ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് ഗിവൺ പോയിന്റ് തന്നിക്കണോന്ന് നോക്കണം. t equal to 3 കൊടുക്കുമ്പോൾ നമുക്ക് r(t) എന്ത് വരുന്നു നോക്കിയാൽ മതി. അപ്പൊ p0 എന്നുള്ള ഒരു പോയിന്റ് കിട്ടും. ആൻഡ് പാരലൽ വെക്ടർ കാണണം. ടാൻജന്റ് ലൈനിന് പാരലൽ ആയിട്ട് ഏത് വെക്ടറിനെ എടുത്താൽ മതി? ആ വെക്ടർ എപ്പോഴും ആ ലൈനിന് പാരലൽ ആയിരിക്കും. അപ്പൊ ടാൻജന്റ് വെക്ടർ കിട്ടിയാൽ മതി.
ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ടാൻജന്റ് വെക്ടർ അറ്റ് ടി ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ടി ഈക്വൽ ടു 3 എന്നുള്ള പോയിന്റിലെ ആർ ഡാഷ് ഓഫ് ടി ആണ് എന്ത്? ടാൻജന്റ് വെക്ടർ. അപ്പൊ എന്തൊക്കെയാ കാണേണ്ടി വരും? ആർ ഡാഷ് ഓഫ് ടി കാണുക. ആർ ഡാഷ് ഓഫ് ടിയിൽ ടി ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ ടാൻജന്റ് വെക്ടർ കിട്ടും, വി എന്നുള്ള വെക്ടർ കിട്ടും. ടി ഈക്വൽ ടു 3 ആർ ഓഫ് ടിയിൽ കൊടുക്കുമ്പോൾ ആരും കിട്ടും? എക്സ് നോട്ട്, വൈ നോട്ട്, സെഡ് നോട്ടും കിട്ടും. അപ്പൊ ഞാൻ ഇക്വേഷൻ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് വായിക്കണം, നമുക്ക് ആൻസർ ചെയ്യാം. ഇക്വേഷൻ ഓർക്കുക, ഒരു ടാൻജന്റ്, ഒരു പോയിന്റും ഒരു പാരലൽ വെക്ടറും തന്നാൽ ഇക്വേഷൻ കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഫോർമുല. ആൻസർ ചെയ്യാം. ആൻസർ ആർ ഓഫ് ടി എന്താ വരിക? ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ഐ പ്ലസ് ടി സ്ക്വയർ മൈനസ് ടി ജെ മൈനസ് 7t k വരും. വാട്ട് അബൌട്ട് ആർ ഡാഷ് ഓഫ് ടി? ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2ti പ്ലസ് ടി സ്ക്വയർ 2t മൈനസ് 1j മൈനസ് 7k വരും. ഇതാണ് നമ്മുടെ എന്ത്? ഡെറിവേറ്റീവ്. ആർ ഓഫ് 3 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ഐ 9i പ്ലസ് 3 സ്ക്വയർ മൈനസ് 3 9 മൈനസ് 3 6j minus 7 into 3 21k cap. R of 3 is equal to 9i plus 6j minus 21k cap varum. What about r dash at 3? R dash at 3 is equal to 2 into 3 6i plus 2t minus 1j 5j minus 7k. അപ്പൊ നമുക്ക് റെക്കോർഡ് ആയിട്ട് ആർ ഓഫ് 3 എന്നുള്ള ഒരു പോയിന്റ് കിട്ടി. ആർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 എന്നുള്ള പോയിന്റിലുള്ള പൊസിഷൻ വെക്ടർ, ദാറ്റ് ഈസ് പി ഈക്വൽ ടു എക്സ് നോട്ട് കോമ വൈ നോട്ട് കോമ സെഡ് നോട്ട് ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ആരാ വരുന്നത്? 9 6 മൈനസ് 21. ആൻഡ് ആർ ഡാഷ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഈസ് ദ ടാൻജന്റ് വെക്ടർ ടു ദ കർവ് അറ്റ് ദ പോയിന്റ് ടി. നമുക്ക് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് കിട്ടേണ്ടത്. അതായത് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ടാൻജന്റ് ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരാൾ കിട്ടിയാൽ മതി. ടാൻജന്റ് ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരാളെ കിട്ടണം. ടാൻജന്റ് ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു വെക്ടറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊരു ലൈനും ഏതൊരു വെക്ടറും ആ വെക്ടർ ലൈ ചെയ്യുന്ന ലൈനിന് പാരലൽ ആയിരിക്കും. അപ്പൊ ടാൻജന്റ് വെക്ടർ എന്തായിരിക്കും? ടാൻജന്റ് ലൈനിന് പാരലൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ടാൻജന്റ് വെക്ടറിന്റെ ഇക്വേഷൻ. അപ്പൊ ഇയാളാണ് നമ്മുടെ പാരലൽ വെക്ടർ. അപ്പൊ പാരലൽ വെക്ടർ ആയിട്ട് v ഈക്വൽ ടു ഓർഡർ പെർ എ ബി സി ഈക്വൽ ടു ആര് വരും? 6 വിച്ച് ഈസ് ഈക്വൽ ടു 6 5 മൈനസ് 7 വരും. അപ്പൊ റിക്വയർഡ് ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി. എക്സ് നോട്ട് ആരാ? 9 പ്ലസ് എ ആരാ? 60. വൈ ഈസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ബി ടി. വൈ നോട്ട് ആരാ? y naught is equal to 6 plus bt 5t, and z is equal to z naught is equal to minus 21 minus 70. Therefore this is our required parametric equation of the line, tangent line to the curve C at the point t equal to 3, whose parametric equation is given by x is equal to t square, y is equal to t square minus t, and z is equal to minus 70. അപ്പോൾ ഇതാണ് നമ്മൾ ഈ സെക്ഷനിൽ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കാണാനുള്ള മെത്തേഡ്. ഇനി ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്, അതേപോലെ ഡെറിവേറ്റീവ്സിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞ് ഈ സെക്ഷൻ കഴിയും. പിന്നീട് നമുക്ക് 9.2 അല്ലെങ്കിൽ 9.4 രണ്ടാമതൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. 9.2 മോഷൻ ഓഫ് എ കർവ് ആണ് പറയുന്നത്. മോഷൻ ഓഫ് എ കർവ് ഒരു ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. 9.4 പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് പറയുന്നത്. അതായത് മോർ ദാൻ 1 വേരിയബിൾ ഉണ്ടാവുമ്പോഴുള്ള ഡെറിവേറ്റീവിനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയാം. അപ്പൊ അതൊരു മാത്തമാറ്റിക്കൽ ഫിസിക്കൽ സ്ട്രക്ചർ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റിയ സാധനമാണ്. അപ്പൊ 9.4 പറഞ്ഞ് 9.5 ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് 9.2 ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ 9.2 തന്നെ ഡിസ്കസ് ചെയ്യാം. നോക്കട്ടെ, ഏതായാലും നമുക്ക് അടുത്ത ക്ലാസ്സും കൂടി കഴിയുന്നതോടുകൂടി 9.1 കംപ്ലീറ്റ് ആവും. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഈ സെക്ഷന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ടാൻജന്റ് ലൈന്, അതേപോലെ കർവ് ഡ്രോ ചെയ്യുക, എന്നിങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ചെയ്തു നോക്കുക.
Question number 1. Graph the curve C, that is described by R, and graph R dash at that indicated values of t. അതിലെ ഫസ്റ്റ് വണ്ണ് R of t is equal to t cube I plus t square j, t equal to -1. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ് C വരക്കണം, ആൻഡ് R dash at that t equal to -1 ആവുന്ന വാല്യൂലുള്ള R dash വരക്കണം. രണ്ടാമത്തത് ഇതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ R of t is equal to 3 cos t I plus 3 sin t j plus 2 t k at t equal to pi by 4. ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിലുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. Find the parametric equations of the tangent line to the given curve at the indicated values of t. Tangent parametric equation of the tangent line to the given curve at the indicated values of t. മുകളിൽ ഇതാ അതിലെ ഫസ്റ്റ് വണ്ണ് x is equal to t, y equal to 1/2 t square, z equal to 1/3 t cube at t equal to 2. അതിലെ സെക്കൻഡ് വൺ x is equal to t cube minus t, y is equal to 6t by t plus 1, z is equal to 2t plus 1 whole square at t equal to 1. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കൊന്ന് ആൻസർ ചെയ്യാം. ബാക്കി സെക്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.